അങ്ങനെ കേരളത്തിൽ തന്നെ അല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു ഫ്രോങ്സിന് ഈ ഒരു പരിപാടി ഞാൻ ചെയ്തിരിക്കുകയാണ്. ഫ്രോങ്സ് വാഹനം യൂസ് ചെയ്യുന്ന പലരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി കുറവ്. അതായത് രാത്രി വളരെ വെട്ടം കുറവാണ്, നിങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല. അതും ഡെൽറ്റ പ്ലസ് മോഡലായ കമ്പനി വരുന്ന ഇൻബിൽറ്റ് LED വരുന്ന മോഡൽസിൽ. കാരണം അതിൻ്റെ തൊട്ട് പുറയിലുള്ള മോഡൽസിലെല്ലാം നമുക്ക് ഹെഡ്ലൈറ്റ് ബൾബ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, വെട്ടം കൂടിയ ഹെഡ്ലൈറ്റ് ബൾബ് മേടിച്ചിടാൻ സാധിക്കും. എന്നാൽ കമ്പനി ഇൻബിൽറ്റ് വരുന്ന ഈ ടൈപ്പ് LED ഹെഡ്ലൈറ്റ് വരുന്ന വാഹനങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വഴി കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന് നമ്മളൊരു സൊല്യൂഷൻ ചെയ്യാൻ പോവുകയാണെന്ന് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത്. സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ള ഒരു കാരണവശാലും എനിക്ക് പറയാൻ സാധിക്കത്തില്ല. വെട്ടക്കുറവ് കാരണമാണ് പലരും ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും പറയത്തക്ക ഒരു വെട്ടവും കൂടുതൽ ഉണ്ടായിട്ടില്ല എന്നാണ് പലരുടെയും ഫീഡ്ബാക്ക്. ഇനി വെട്ടം കൂടുതൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തുകൊണ്ട് നല്ല വെട്ടം കിട്ടി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റും കൂടി ഇട്ടേക്കാം. അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ അങ്ങനെയും കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന്. ഈ കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈറ്റ് നമ്മൾ അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് ഫോഗ് ലാമ്പിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി പോവാണ്. അപ്പം ഈ ഫോഗ് ലാമ്പിൽ നമുക്ക് മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക്കിയാണ്. കാരണം ഇത് നോർമൽ ടൈപ്പ് റൗണ്ട് ഫോഗ് ലാമ്പ് അല്ല, ശരിക്കും റൗണ്ട് ഫോഗ് ലാമ്പ് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ അതിൻ്റെ പുറത്തുള്ളൊരു ക്യാപ്പ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. അവിടെയാണ് നമ്മളൊരു ചെറിയൊരു പണി നോക്കാൻ വേണ്ടി പോകുന്നത്. 3 ഇഞ്ചിൻ്റെ പ്രൊജക്ടർ ഫോഗ് ലാമ്പ്, സാധാരണ ഫോഗ് ലാമ്പ് ഒന്നുമല്ല. സംഗതി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ഫുള്ള് വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explore. ഫ്രോങ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബമ്പർ അഴിക്കുക ചില്ലറ കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാവുന്നവർ മാത്രം ഈ ഒരു കാര്യം ചെയ്യുക. അല്ലാത്തവർ പുറത്തുള്ള ഏതെങ്കിലും ഒരു ആക്സസറി ഷോപ്പിലോ കാര്യങ്ങളോ കൊണ്ട് കൊടുത്തതിന് ശേഷം മാത്രം വൃത്തിയായിട്ട് ഈ ബമ്പർ അഴിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും പെട്ടെന്ന് ഈ ബമ്പർ ഒന്ന് അഴിക്കട്ടെ. ആദ്യം ഈ ഒരു ടോപ്പ് പോർഷൻ നമ്മളിത് ഇങ്ങോട്ട് ഊരി എടുത്തിരിക്കുകയാണ്. അതിനുശേഷം താഴത്തെ ഈ ബമ്പർ അഴിക്കണം. അങ്ങനെ നമ്മുടെ ബമ്പർ ഫുള്ള് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഫ്രോങ്സിൻ്റെ ബമ്പർ അഴിക്കുക എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ല, ശരിക്കും കിടന്ന് കഷ്ടപ്പെടും. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ സഹായത്തിന് അത്യാവശ്യം പിടിച്ചു തരാനൊക്കെ ആണെങ്കിൽ, മീൻസ് ബമ്പർ ഊരി പിടിക്കാനൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. ഒറ്റയ്ക്ക് ഇച്ചിരി പാടുള്ള പരിപാടി. ഏതായാലും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് ഫുൾ അഴിച്ചു. ഏതായാലും എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ ബമ്പർ അഴിക്കാൻ വേണ്ടി മാത്രം 3-3/4 മണിക്കൂറെങ്കിലും എടുക്കും. കാരണം അതുപോലെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ, പിന്നെ എന്തെങ്കിലും അഡീഷണൽ ഫിറ്റ്മെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ല. ഇതിന് കുറച്ചേറെ അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് സമയം എടുത്തിരിക്കുന്നത്. പുതിയൊരു പ്രൊജക്ടർ ലൈറ്റ് വന്നിരിക്കുകയാണ്. ഈ ഒരു ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അതൊരു സാധാ ലൈറ്റ് അല്ല, പ്രൊജക്ടർ ലൈറ്റ് വിത്ത് റിമോട്ടാണ് വരുന്നത്. പ്രൊജക്ടർ ലൈറ്റിൽ എന്തിനാണ് റിമോട്ട് വരുന്നത് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം. 29,999 രൂപയാണ് ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത്. MRP ആണ്. നല്ലൊരു ഓഫർ പ്രൈസിനെ കിട്ടും. ഇതാണ് നമ്മുടെ ഐറ്റം. നിങ്ങളിത് കണ്ടിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവനെ നമ്മളിതിൽ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചേറെ ടാസ്ക് തന്നെയാണ്. സംഗതി അടിപൊളിയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു, പേഴ്സണലായിട്ട് തോന്നുന്നു. ചില വീഴ്ചകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റുകളിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നതെന്ന് പറയുന്ന പോലെ ഈ ഒരു സംഗതിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഔട്ട്പുട്ട് പക്കയാകണം, ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഇതിപ്പം ഇതിനകത്ത് കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി ഇത് സ്ക്രൂ ചെയ്താണ് വെച്ചിരിക്കുന്നത്. 2 സ്ക്രൂ ഇപ്പോൾ തൽക്കാലം ചെയ്തിട്ടിട്ടുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് വെച്ച് നോക്കി എല്ലാം ഓക്കെ ആണെങ്കിൽ എല്ലാ സ്ക്രൂസും ചെയ്ത് സെറ്റാക്കാം. അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്പിൻ്റെ ബാക്കിലത്തെ പോർഷനിൽ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇവനെയും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത്. ഈ ഒരു ഭാഗം ഇതുപോലെയൊക്കെ കട്ട് ചെയ്തതിൻ്റെ മേളത്തെ പോർഷനൊക്കെ കട്ട് ചെയ്ത് ഇപ്പോൾ ഈ ഗ്യാപ്പ് ഒന്ന് റെഡിയാക്കി ഒരു സൈഡ് ഞാനത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്കത് ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഫോഗ് ലാമ്പിലോട്ട് വരുന്ന കപ്ലറാണ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പോസിറ്റീവ് ലൈനാണ്. അത് രണ്ടും കൂടെ ഒന്നിച്ച് കണക്ട് ചെയ്ത് ഇച്ചിരി ഒരു ഗേജ് കുറഞ്ഞ വയറാണ്. കാരണം ഈ ഒരു ഗേജ് മതി നമുക്ക് ഒരു ഹൈ ലോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അത് ഹൈലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സോളിനോയിഡ് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ രണ്ടിൻ്റെയും കണക്ഷൻ ഇതിൻ്റെ മേളിൽ കൂടെയാണ് അതിൻ്റെ വയർ കയറി പോകുന്നത്. അപ്പോൾ അതും നമുക്ക് ഡയറക്റ്റ് അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ബമ്പർ ഞാനൊന്ന് പെട്ടെന്ന് ഫിക്സ് ചെയ്യട്ടെ. ഫ്രോങ്സിൽ ഫോഗ് ലാമ്പ് ചെയ്ത് പലരും കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഫോഗ് ലാമ്പ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ടർ ഫോഗ് ലാമ്പാണ്. അത് സാധാ പ്രൊജക്ടർ ഒന്നല്ല, മോക്കോയുടെ പ്രൊജക്ടർ ഫോഗ് ലാമ്പ്. ട്രൈ കളറാണ് വരുന്നത്. ട്രൈ കളർ എന്ന് പറഞ്ഞാൽ റിമോട്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈ കളർ ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒന്ന് ഇട്ട് കാണാം. അപ്പം നമ്മുടെ ഫോഗ് ലാമ്പ് ഞാനിപ്പോൾ ഒന്ന് ഓണാക്കിയിരിക്കുകയാണ്. ഇത് ലോ ആണ് ഇട്ടിരിക്കുന്നത്. ലോയിൽ തന്നെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ റിമോട്ട് യൂസ് ചെയ്ത് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ വൈറ്റ് ആണ്, ഞാനത് യെല്ലോ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ വാം വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്ലാഷറും വേണമെങ്കിൽ ഫ്ലാഷറും ഉണ്ട്. ഫ്ലാഷർ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ആക്കി
യെല്ലോയും എല്ലാം ആയിട്ട് ഫ്ലാഷ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇനി വൈറ്റ് മാത്രം മതിയെങ്കിൽ വൈറ്റ്. ഇത് കൊണ്ട് തീരുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കിക്കോണം. അങ്ങനെ നമ്മളിവിടെ ഒരു അഡീഷണൽ സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ച് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്ക് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സ്വിച്ചസൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇതെല്ലാം ഓറഞ്ച് കളറാണ് വരുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലൂയിഷ് കളറാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ഓൺ ചെയ്യുന്ന ടൈമിൽ അത് ഓൺ ആണെന്ന് കാണിക്കാം. പക്ഷേ ഇതൊരു ഹൈയുടെ ലൈറ്റാണ് വരുന്നത്. ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് മേളിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഫോഗ് ലാമ്പ് ഓൺ ചെയ്യാൻ വേണ്ടി പോകണം. നിങ്ങൾ നോക്കിക്കോണം. ഫോഗ് ലാമ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഹൈ ഇപ്പോൾ ഓണാണ്, അത് ഞാൻ ഓഫ് ചെയ്തു. ഹൈ ബീം ഓഫായി. ഇനി ഞാൻ ഹൈ ഒന്നുകൂടെ ഓൺ ചെയ്തു. ഓഫ്, ഓൺ, ഓഫ്. യെസ്, കിടുവല്ലേ? സംഗതി എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് കൊണ്ട് നോക്കട്ടെ. ബാ. അപ്പം ഞാനിപ്പോൾ ഏതായാലും വാഹനം ഒന്ന് സൈഡിലോട്ട് ഒതുക്കി നിർത്തിയൊക്കെയാണ്. നമ്മുടെ ഫ്രണ്ടിലൊരു വാഹനം പോകുന്നുണ്ട്, അതൊന്ന് പൊക്കോട്ടെ. യെസ്, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും നല്ല ഇരുട്ടാണ്. ഞാൻ ആദ്യം ഫോഗ് ലാമ്പ് ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ്. യെസ്, ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രൊജക്ടർ ഫോഗ് ലാമ്പ് നിങ്ങൾ കാണുന്നത്. ഇനി അതിൻ്റെ ഒരു ഹൈയും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഹൈ. ഒരു LED ഹെഡ്ലൈറ്റ് അഥവാ നമ്മുടെ ഒരു ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തൊരു ഫീലാണ്. ഇതാണ് ഹൈ വരുന്നത്. ഓക്കെ, ഞാൻ ഈ ഫോഗ് ലാമ്പ് ഓഫ് ചെയ്തു. ഇനി ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഇടുകയാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്, ഇതതിൻ്റെ ഹൈ ബീം. ഈ ഹെഡ്ലൈറ്റും ഫോഗ് ലാമ്പും കൂടി ഞാൻ ഒന്നിച്ചിടുകയാണ്. ഫോഗ് ലാമ്പ് ഓൺ ചെയ്തു, ഫോഗ് ലാമ്പിൻ്റെ ഹൈയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഫോഗ് ലാമ്പ് മാത്രം ഇട്ടൊന്ന് വാഹനം ഓടിക്കാം. ഓക്കെ, ഫോഗ് ലാമ്പ് ഓണാക്കി ഫോഗ് ലാമ്പിൻ്റെ ഹൈ ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ ഒരു നോർമൽ കണ്ടീഷനിൽ ഇപ്പം ഞാനിത് കുറച്ച് താത്താണ് വെച്ചിരിക്കുന്നത്. കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി, കണ്ണിലോട്ടടിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ലോ താത്ത് തന്നെ വെച്ചിരിക്കുന്നത് ഈ ഫോഗ് ലാമ്പിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ഹൈ ഒന്നിട്ടൊന്ന് ഓടിച്ച് നോക്കാം. അപ്പം ഞാൻ ഹൈ ഇട്ടു. ഇതാണ് ഹൈയുടെ കണ്ടീഷൻ. ഒരു രക്ഷയില്ല, കിടു എന്ന് പറഞ്ഞാൽ കിടു. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടില്ല, ജസ്റ്റ് ഫോഗ് ലാമ്പ് മാത്രം. ഇപ്പം നിങ്ങൾ കാണുന്ന വിഷ്വൽസ് എല്ലാം ഈ ഫോഗ് ലാമ്പിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മൊത്തം. അപ്പം നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടും എങ്ങനെയുണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു കാര്യത്തിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇറങ്ങി കാണിച്ചു തരാം. വെയിറ്റ്, ഞാനിപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ, അപ്പം ഞാനൊന്ന് ഇറങ്ങി. അപ്പം അതെ, ഇതിൻ്റെ ബീം പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എവിടെ നിന്നാണ്. യെസ്, കണ്ടോ, ഹെഡ്ലൈറ്റ് ഓഫാണ്, ജസ്റ്റ് ഫോഗ് ലാമ്പ് മാത്രം. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ റോഡിലോട്ട് വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ഓപ്പോസിറ്റ് സൈഡ് നല്ല വെട്ടമൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഫോഗ് ലാമ്പ് തൽക്കാലം ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ ഫോഗ് ലാമ്പ് ഓഫ് ചെയ്തിട്ട് ഫോഗ് ലാമ്പ് ഇപ്പം ഞാൻ ജസ്റ്റ് ഫോഗ് ലാമ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ പോർഷൻസ്. ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ള ഹെഡ്ലൈറ്റ് കുറച്ച് ലെങ്ത് ആണെങ്കിലും ഫോഗ് ലാമ്പിൻ്റെ താഴത്തെ വിഷ്വലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇനി ഫോഗ് ലാമ്പിൽ ഹൈ ഇട്ടാലോ കിടു എന്ന് പറഞ്ഞാൽ നല്ല കിടു. ഈ ഫ്രോങ്സിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡാണ് വഴി കണ്ട് വാഹനം ഓടിക്കാൻ സാധിക്കാത്തത്. പക്ഷേ ഇപ്പം ശരിക്കും കിടുവായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അമ്മാതിരി ലൈറ്റാണ്. ഞാനിപ്പോൾ ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ഇടേണ്ടി വന്നിട്ടില്ല, പക്ഷേ ഫോഗ് ലാമ്പ് ഞാൻ ബ്രൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം വൈഡായിട്ട് സ്പ്രെഡായി പോകുന്നുണ്ട്. ഇനി ഞാൻ ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് അടിക്കുന്ന അറിയുന്ന പോലുമില്ല, ആ ചെറിയ രീതിക്ക് എവിടെ ഉണ്ടൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഫോഗ് ലാമ്പിൻ്റെ ഹൈയും ലോയും വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ സംഗതി കിടുവാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക. അതായത് ഈ ലൈറ്റ് കണ്ടിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഫ്രോങ്സ് യൂസ് ചെയ്യുന്ന എല്ലാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് അയച്ചു കൊടുത്തേക്കുക. ഇനി വെട്ടമില്ലെന്നുള്ളൊരു കുറ്റം പറയരുത്, ഇതുപോലെ ചെയ്യാൻ ട്രൈ ചെയ്യുക. എങ്ങനെയുണ്ടെന്നുള്ളതിനെക്കുറിച്ചും ഇത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി ഇത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഏതായാലും യൂട്യൂബിലോ കാര്യങ്ങളോ ഒന്നും ഇത് കണ്ടിട്ടുമില്ല, പുറത്താരും ഇത് ചെയ്ത് കാണിച്ചിട്ടുമില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോയുടെ ലിങ്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാം.